ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, അത് എൻ്റെ വീട്ടിലെ. അപ്പോൾ ഓക്കെ, കം ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. അപ്പം ഇന്ന് എൻ്റെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഞാനും മോനും അമ്മയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞാനും മോനും എണീക്കുമ്പോൾ ഏകദേശം 9-10 മണിയാവും ഇവിടെ വരുമ്പോൾ എണീക്കാനായിട്ട്. അവിടെ ആയാലും അങ്ങനെ 9 മണി കഴിഞ്ഞായിരുന്നു ഞാൻ എണീക്കുന്നത്. പക്ഷേ ഇനി സ്കൂളിൽ പോകാനുള്ളത് കൊണ്ട് അങ്ങനെ പറ്റില്ല എന്തായാലും. ഓക്കെ, അങ്ങനെ ഞാനും മോനും എണീറ്റിട്ടുണ്ട്. ഞാനും മോനും എണീറ്റ് വന്നപ്പോൾ അമ്മ കിച്ചണിലാണ് ഉള്ളത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അമ്മ പതിവ് പോലെ നമ്മളെ എണീറ്റ് ചെല്ലുമ്പോൾ കിച്ചൺ ഡ്യൂട്ടിയിലാണ് അല്ലേ അമ്മ? അതെ. ഞാൻ വന്നോണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? നീ വന്നോണ്ട് തിന്ന് നടക്കാനല്ലാതെ യാതൊരു ഉപയോഗം. ഡെയിലി റൊട്ടീൻ എങ്ങനെയാണെന്ന് പറയുമ്പോ ഇവിടെ വരുമ്പോൾ രാവിലെ എണീക്കുന്നു. രാവിലെ 9 മണിയാകുമ്പോ എണീക്കുന്നു. വന്ന ഉടനെ പല്ല് തേക്കുന്നു, കസേര കയറി ഇരിക്കുന്നു. മുമ്പ് എടുത്ത് എല്ലാം കൊടുക്കുമ്പോ അവിടെ ഇരുന്ന് തിന്നുന്നു. പാത്രം അവിടെ വെച്ചിട്ട് എണീച്ച് പോകുന്നു. പിന്നെ 2 മൊബൈലുമായിട്ട് അപ്പുറം ഇപ്പുറവും ഇരിക്കും. ഇതാണ്. പിന്നെ ഉച്ചയാകുമ്പോ എണീച്ച് വരും, ചോറായിരിക്കും. ഇതൊക്കെ തന്നെ ഇവിടുത്തെ പതിവ്. ഒരു ജോലി, ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു തരില്ല. രാവിലെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? രാവിലെ അപ്പം, ഗ്രീൻ പീസ് കറി, മുട്ട പൊരിച്ചത്, കാപ്പി വെള്ളം. മുട്ട പൊരിക്കാൻ ചട്ടി? ഇത് മുട്ട പൊരിക്കാനുള്ള ചട്ടി. സ്റ്റാർട്ട് ചെയ്താ അപ്പൊ വരാതെ സ്റ്റാർട്ട് ചെയ്തത്? കൊള്ളാമോ? ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ട? ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ട? എനിക്ക് ഒന്നുകൊണ്ട് തരട്ടാ? ഫിനിഷ് ചെയ്തില്ലേ? വേണ്ടേ? അതിന് വയ്യല്ലേ? ആ വെജിറ്റബിൾസ് എടുത്ത് കഴിക്കുന്നത് ഇഷ്ടമല്ലേ? മുട്ട പൊരിക്കാൻ പോവാണ്. നല്ല ഇരുമ്പിന്റെ ചട്ടിയാണ് അല്ലേ അമ്മ? ഇരുമ്പിന്റെ ചട്ടിയിൽ പൊരിച്ച അടിപൊളിയാണ്. ഇരുമ്പിന്റെ ചട്ടി പിടിക്കുമ്പോ ടേസ്റ്റ് കൂടുമെന്നാണ് അമ്മ പറയണത്. കാരണം വെറുതെയാണ്. വെറുതെ അല്ല നന്ദന, അടച്ചു കൊടുക്കുക. അപ്പൊ ഗൈസ്, ഞാനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അമ്മ സമയം എത്രയായി? 10:15, 10:14 രാവിലെ 10:14 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഗൈസ്. അവ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ തിരിച്ച് ഏട്ടന്റെ വീട്ടിൽ പോവാണ്. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ പറയും ഇന്ന് ഞാൻ അമ്മാമ്മയുടെ വീട്ടിൽ പോണല്ലോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറയും. ഇവിടെ നിന്ന് പോവാറാകുമ്പോ ഞാൻ ഇന്ന് എന്റെ ഡാഡയുടെ വീട്ടിൽ പോണെന്ന് പറഞ്ഞോണ്ടിരിക്കുക അല്ലേ ദൈവം? യെസ്. അപ്പൊ ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് അപ്പോ നല്ല ഗ്രീൻ പീസ് കറിയും കട്ടൻ ചായ. ഗൈസ്, അപ്പൊ അമ്മ പറയണ, അമ്മ പയറൊക്കെ അരിയുന്ന അതാണ്ട് മുടിയൊക്കെ മാറ്റി കെട്ടിയിട്ടുണ്ട്. ഉച്ചിക്കെട്ടൊക്കെ മാറ്റിയതായി ഈ കെട്ടാക്കിയിട്ടുണ്ട്. എല്ലാരും കളിയാക്കുന്നു, അതുകൊണ്ട് ഉച്ചിക്കെട്ടൊക്കെ മാറ്റി പിടിച്ചു. കളിയാക്കണം വേണ്ടേ? പയർ അരിഞ്ഞോണ്ടിരിക്കയാണ്. ഇതെവിടെ വാളം പയർ? നമ്മളെ വീട്ടിൽ പിടിച്ച പയറാണ്. ഏത് വീട്ടിൽ? എന്റെ വീട്ടിൽ. അമ്മച്ചിരി വീട്ടിൽ പിടിച്ചത്. അത് ഈ എണ്ണച്ചിൽ എങ്ങനെ നോണ പറയാൻ പറ്റുക? കേക്കാൻ കൊള്ളാന്ന് നോണ പറയണം. അമ്മ ഇനി സത്യം പറ, ഇത് എവിടെ നീ പയറ്? ഇതെന്റെ നാത്തുവിന്റെ മോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പയറാണ്. അതാണ്. അങ്ങനെ സത്യമായിട്ടോ നോണച്ചി. കൊച്ചും കൂടെ കേട്ട് പറഞ്ഞു നോണച്ചീന്ന്. ദയ്യോ അമ്മാമ്മ ആരാണ്?
അമ്മാമ്മ എന്താണ് ക്യാമറ നോക്കി പറഞ്ഞത് അമ്മാമ്മ നുണച്ചി കഴിച്ചു. അടുത്ത കോണ് വൃത്തിയാക്കാണ്, കോണ് പുഴുങ്ങാനായിട്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കട്ടിലിൽ തന്നെ കിടക്കണം ഗൈസ്. എണീക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് തിന്നു കഴിഞ്ഞ ഉടനെ ഇവിടെ വന്ന് ഇതുപോലെ കിടക്കണം. ഇനി അടുത്ത കഴിക്കാറാകുമ്പോൾ നെക്സ്റ്റ് എണീറ്റ് പോകുന്നു, കഴിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇവിടെ കിടന്നുകൊണ്ടിരുന്ന സമയത്ത് അമ്മ മോൻ്റെ പീനട്ട് ബട്ടറും ബ്രെഡും കൊടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കൊണ്ടുവന്ന് കഴിക്കുകയാണ് കേട്ടോ. മാറി എടുത്ത് കഴിച്ചല്ലേ ഗൈസ്? യെസ്. ഈ കട്ടിലെ കൊണ്ടുവച്ച് കഴിക്കുക, ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് കഴിക്കേ. ജോലിയോട് ജോലി അല്ലേ? ഇവിടെ വന്നാലേ എനിക്ക് അങ്ങനെയാണ്, തലയെപ്പുഴുത്ത ജോലിയാണ്. അടുത്തത് ഗൈസ്, അമ്മ ചിക്കൻ റെഡിയാക്കാണ് അല്ലേ അമ്മ? ചിക്കൻ തിന്നാത്ത ഞാൻ ചിക്കൻ വൃത്തിയാക്കി. അമ്മ മീറ്റ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല ഗൈസ്, ഓൺലി ഫിഷും എഗ്ഗും മാത്രമേ കഴിക്കുള്ളൂ. മീറ്റ് ഐറ്റംസ് കഴിക്കാത്ത ആളാണിത്. മീറ്റ് ഐറ്റംസ് കഴിക്കൂലെങ്കിലും എല്ലാം വെച്ചുണ്ടാക്കി തരും അല്ലേ അമ്മ? അടിപൊളിയായിട്ട് ഉണ്ടാക്കും. സ്വന്തമായിട്ട് പുകഴ്ത്തുന്നുള്ളൂ, അടിപൊളിയായിട്ട് ഉണ്ടാക്കും. വന്ന് ഒരാള് ഫോണും വിളിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. ഇല്ല ഇല്ല, ഫോണ് വെയ്യടേ. അമ്മാച്ചി വിളിക്കാൻ മൈക്ക് കാറില് അതെ. ടോയ്സ് വേണം, ഒരു മുട്ടായി പോലും മേടിക്കാൻ ഇവിടെ സമ്മതിച്ചില്ല. അങ്ങനെ എന്റെ കൊച്ചിന് എന്തെങ്കിലും മേടിക്കേണ്ടതെന്ന് പറഞ്ഞ് അയച്ചു. വാ പറഞ്ഞത് ഏത് ഓട്ടർത്തിയാ വീഡിയോ പിടിക്കുന്ന. പക്ഷേ അമ്മാവി വീട്ടില് പിന്നെ തള്ളമാര് കയറി വരൂലേ? അപ്പോൾ അമ്മാവി ചോദിക്കും, എന്തേരടി നീ പഠിപ്പിച്ച് വെച്ചേക്കണം ഈ പെണ്ണിനെ, എങ്ങനെയും ഇവിടുന്ന് തള്ളിപ്പിടിച്ച് കൊണ്ടുപോകും. അതിനൊക്കെ നീ ഇതിപ്പോ എവിടാണ് എന്നോട് ചോദിക്കണത്? നീ എന്തേരടി നീ ഈ പെണ്ണിനെ പഠിപ്പിച്ച് വെച്ചേക്കണം, ഒരു ഭാഗം ചെയ്യുന്ന കുനിഞ്ഞിട്ടൊരു കുപ്പ എടുക്കുക, നീ എന്തേരും തന്നെ പറയുന്നത്? സാധാരണ അവരല്ലേ കേട്ടോന്ന് പറയാ. ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റമില്ല. ഒരു ഗ്ലാസ് വെള്ളം എടു നന്ദനെന്ന് പറഞ്ഞ, അയ്യോ എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ, എനിക്ക് പനി, എനിക്ക് ചുമ, ചട്ട് വന്നിട്ട് ആ ഗ്യാസിലോട്ട് പഴുപ്പിക്കണം. എന്നിട്ട് പറഞ്ഞ എവള് പറയും, ഇപ്പൊ എവള് ഒരു വീഡിയോ ആയിട്ടില്ലേ, ഞാൻ പറഞ്ഞൊരു പഴം എടുത്തു, അപ്പൊ പഴമെന്ന് ചോദിച്ചില്ലേ? അത് സത്യത്തിൽ അവള് ചോദിക്കുന്നതാണ്. തന്നെ ഞാൻ എനിക്കിന്ന് എന്റെ മുത് കഴിച്ച് ഓടി, എനിക്ക് മുതുകിന് വേദന മുതു കഴിച്ചു. അപ്പോഴവിടെ കിടക്കുന്നു. ഞാൻ പറ്റി അങ്ങനെ ഇത്തിരി വന്ന് ഉള്ളി തോന്നി, അയ്യോ ഉള്ളി എനിക്ക് ജലദോഷമായിട്ട് തൊടാൻ പോലും പറ്റൂല. അതെനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഉള്ളി തൊലിക്കണ്ട, ചക്ക എന്നിടത്ത് അരിഞ്ഞു പോയെന്നു. അപ്പോഴാണ് അമ്മച്ചി മിണ്ടാക്കാൻ എനിക്ക് ശ്വാസം മുട്ടിയിട്ട് വയ്യാന്നു. എന്തേലും ഉരുവുണ്ടെന്ന് പറഞ്ഞാണ് കണ്ട. അമ്മായിയമ്മ പറഞ്ഞു തന്നെയല്ലേ വെറുതെ അമ്മായിയമ്മ കൊണ്ടുനടന്ന് പാഴ് കളഞ്ഞിട്ടിരിക്കുകയായിരിക്കും. ഈ തലയിലോട്ട് ഉച്ചയിലോട്ട് കയറി. ഇവിടെ ചോറ് റെഡി ആയിരിക്കാണ് ഗൈസ്. ചോറ് കഴിക്കാൻ പോകും. ചിക്കൻ ലെഗ് പീസ്. ഞാൻ ചോറ് കഴിച്ചു തീർന്ന് അമ്മ ദാ മൂന്ന് ചോറ് കൊടുത്തു.
ചോറൊന്ന് വീട്ടിൽ അടങ്ങിയിരിക്കാന്ന് വിചാരിച്ചപ്പോ ഈ പെണ്ണുങ്ങൾ എന്നെ സമ്മതിക്കില്ല ഗൈസ്. സമ്മതി വാങ്ങിക്കാൻ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കാനും സമ്മതിക്കൂല. സിംലയിലോട്ട് വിളിച്ചുകൊണ്ട് വന്നേക്കാണ് എന്നെ. ഇവിടെ നിന്ന് എപ്പോഴാണോ എന്തോ ഇറങ്ങി പോണം. അല്ല ഈ 2 മൂശേട്ടകൾ ഇന്നത്തെ ദിവസമേ പോയി. നമ്മളിത് സിംലയിൽ എത്തിയിരിക്കുകയാണ്. ഇത് കടയാണ് കേട്ടോ. ഇങ്ങോട്ട് വാ, രണ്ടും കൂടെ ഇവിടെ കിടന്ന അടി കൂടല്ലേ. ഇത് കടയാണ്, വീടല്ലേ. നല്ല തുണി കേട്ടാ, ഞാൻ പറഞ്ഞില്ലേ പ്രാന്താണെന്ന്. നമ്മള് പറയണൊന്നും കേക്കല്ലേ കേട്ടാച്ചേ, അത് പ്രാന്താണ്. നമ്മളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ഇഷ്ടമാണോ? വീഡിയോസ് ഒക്കെ ഇഷ്ടമാണോ? നീ കാണണേ. 2 പീസ് നൈറ്റ് തുണിക്ക് വന്നവരാണ് ഇവര്. പൈസ മൊത്തം പൊടിഞ്ഞു ഗൈസ്. കൈ കൊള്ളാത്ത അത്രയും സാധനങ്ങളായിട്ട് പൊടിഞ്ഞില്ല ഗൈസ്. എവിടെ വേറെ കഴിക്കാം. ഇപ്പൊ സമയം എത്രയായി നോക്കിയാണ്? 4 മണിയായി. വീട്ടിൽ വന്നു ഗൈസ്. ചക്ക തിന്നാൻ പോണ അടുത്ത് ചക്ക. ഞാൻ പോവാണ്. 2 ആഴ്ചത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം എന്റെ നന്ദന തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഒരുങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ പുരികം ത്രെഡ് ചെയ്യാൻ പോണ്. പിന്നെ നമ്മളിപ്പോ കുറച്ച് നൈറ്റ് എടുത്തോണ്ട് വന്നു. ആ നൈറ്റ് ഇപ്പൊ കണ്ടപ്പോ അപ്പൊ തന്നെ വേണം. അങ്ങനെ അതും കൂടെ വാങ്ങിച്ചിട്ട് ഇനി തിരിച്ചു വരുള്ളൂ. അപ്പൊ നമ്മൾ പോണ വഴി അവിടെ ഇറക്കിയിട്ട് പോവും. ഇല്ലേ മാ? ഞാൻ പോട്ടെ. പോട്ടെ. അങ്ങനെ നമ്മളിതേ തിരിച്ച് കടക്കലോട്ട് പോവുകയാണ്. എന്റെ അമ്മച്ചിനെ പാരിപ്പള്ളിയിൽ കളഞ്ഞിട്ട് വേണം പോവാൻ. അല്ലേ അയ്യോ തയ്യോടെ പോണ്. അങ്ങനെ ഗൈസ് നമ്മളിതാ നമ്മളെ കടക്കൽ എത്തിയിരിക്കുകയാണ്. അച്ചാച്ചന്റെ കട എത്തിയടാ. നമ്മളെ കട ദേ എത്തിയിരിക്കുന്നു. അച്ചാച്ച അവിടെ ഉണ്ടാടാ. എത്ര ദിവസമായി? എത്ര ദിവസമായെന്ന്? ഇവിടെ ഒന്നും മുറിഞ്ഞില്ലാർക്കും മുറിഞ്ഞില്ലേ? മുന്നേക്ക് പോയില്ല. നീ എവിടെ പോയില്ലേ? അങ്ങനെ ഗൈസ് നമ്മളെ വീട് എത്താറായിരിക്കാണ്. അപ്പൊ ഓക്കെ, ബൈ 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 ബൈ. ഡോർ തുറക്ക്. നാളെ വരുന്നവർ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.